നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തായിരുന്ന ബീഫ് പള്ളിക്കറിയുടെ റെസിപ്പി അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ദാ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സ്പെഷ്യൽ റെസിപ്പി ആട്ടാ. ഞാൻ ആദ്യം നമ്മുടെ സാധാ പള്ളിക്കറിയുടെ റെസിപ്പിയൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനേക്കാളും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്, ഒരു പ്രത്യേക ടേസ്റ്റ് തോന്നിയതും ദാ ഇതുപോലെ അങ്ങോട്ട് ഉണ്ടാക്കിയപ്പോഴാണ്. ഏത് പരിപാടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഐ വിൽ സ്റ്റാർട്ട് ഓൺലി വിത്ത് കടുക്. സോ കടുക് കുറച്ചിടാം. അപ്പൊ കുക്കറിൽ ബീഫെല്ലാം വെന്ത് സെറ്റ് ആവുന്ന നേരം കൊണ്ട് നമുക്കത് കാച്ചിയെടുക്കാനുള്ള പരിപാടി നോക്കട്ടെ. ഇതാണ് ഇതിന്റെ ഫസ്റ്റ് ടിപ്പ്. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുകും വറ്റൽമുളകും ഇട്ട് കഴിഞ്ഞിട്ട് ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പെരിഞ്ചീരകം, വേപ്പില ഇതെല്ലാം ചതച്ചിടണം. ഇതാണ് നമ്മുടെ സീക്രട്ട് ടിപ്പ്. ഇതില് കോക്കനട്ട് മിൽക്ക്, ആ തക്കാളി ആക്ച്വലി വേവേണ്ടത് കോക്കനട്ട് മിൽക്കിലാണ്. ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ കോസ്കോന്ന് വാങ്ങിയ തേങ്ങാപ്പാലാണ് യൂസ് ചെയ്യണം. ഇതിനകത്ത് വേറെ ഒന്നുമില്ല, ഐ മീൻ തേങ്ങാപ്പാലല്ലാണ്ട് വേറെ ഒന്നുമില്ല. തേങ്ങാപ്പാൽ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ബാച്ചായിട്ടാട്ടോ തേങ്ങാപ്പാൽ ആഡ് ചെയ്യുക. ആദ്യം തേങ്ങാപ്പാൽ ആഡ് ചെയ്യും, അടച്ചു വെക്കും, ഒരു 10 മിനിറ്റ് ലോ ടു മീഡിയമിൽ കുക്ക് ചെയ്യും, എണ്ണ വരും, വീണ്ടും കുറച്ചുകൂടി തേങ്ങാപ്പാൽ ഒഴിക്കും, അടച്ചു വെക്കും. അങ്ങനെ എണ്ണ ഊറി നമുക്ക് ആ കഴിക്കുമ്പോൾ ഇതിൽ തേങ്ങാപ്പാൽ ഉണ്ടെന്നേ തോന്നാൻ പാടില്ല. എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് കുറച്ച് തേങ്ങ അതിലേക്ക് വറുത്തിടാം. വെളിച്ചെണ്ണൊന്നും ഇല്ലാണ്ട് ചുമ്മാ ചട്ടിയിൽ വറുത്തിങ്ങനെ ഇടാം. ഇനി ഒരു 2 പത്തിരി എടുത്ത് അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്ന് കുതിർത്തെടുത്തിട്ട് ഒരു കഷ്ണം ബീഫ് അതിൽ നിന്ന് എടുത്തിട്ട് ഗ്രേവി ഇങ്ങോട്ട് കൂട്ടി ഒന്ന് കഴിച്ച് നോക്ക്. അപ്പം എന്തായാലും വീഡിയോ സേവ് ചെയ്ത് വെച്ചോ. അടുത്ത വീഡിയോയിൽ കാണാം.